ഇന്നൊരു വ്യത്യസ്തനായ മനുഷ്യൻ്റെ ജീവിതം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ലെപ്ച കല്യാണ ദിവസം രാത്രി സോങ്മിത്തീതി ഞങ്ങളെ വേറൊരു പാർട്ടിക്ക് കൊണ്ടുപോയി. ബുദ്ധസന്യാസിയാവുന്നവർക്കുള്ള 3 വർഷത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞു വരുന്ന 2 പേർക്കുള്ള സ്വീകരണമായിരുന്നു പരിപാടി. നല്ല തിരക്കാണല്ലോ, കൊണ്ട് പോകാൻ പറ്റുമോ? അവിടെ വെച്ച് ബിയറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ആളുകൾക്കൊപ്പം പാർട്ടി എൻജോയ് ചെയ്തിരുന്ന ഞങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിരുന്നു. അപ്പോഴാണ് സോങ്മിത്തീതി അത് തൻ്റെ സുഹൃത്താണെന്നും ഒരു ഗംഭീര മനുഷ്യനാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. ലോവർ ബർഫോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിക്കാം എന്ന്. അറിഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യയിലെ ഓരോ പഞ്ചായത്തിലെയും ആളുകൾക്ക് മനസ്സിൽ തോന്നും ഇതുപോലെ ഒരു പ്രസിഡന്റിനെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ജങ്കുവിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് റെഡിയായി. ഇത് ഈ വീട്ടിലെ മോളാണ് കേട്ടോ, 12ാം ക്ലാസ്സിൽ പഠിക്കാണ്. आज ट्रेडिशनल ड्रेस है, राई का ट्रेडिशनल ड्रेस क्या है। बोलेगा इसका? इसको चौबंदी चोलो बोलता है। हाँ? चौबंदी चोलो। चौबंदी चोलो ए लेप्चा का ट्रेडिशनल लिप्चा का दूसरा और ही है, ये राई का है। हाँ ओ राय का है। आई बिलोंग टू किराती का, वो किराती कल्चर। ओ किराती कल्चर। ओके, इधर से कितना दूर है स्कूल? लगेगा 20 मिनट्स। 20 मिनट्स गाड़ी आएगा? नहीं, चल के जाना चल के जाना पड़ेगा। ओके ओके ओके, बाय बाय बाय। फिर मिलेगा। മോള് പോയി, ഞങ്ങളും ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. നമുക്കിന്നൊരു വ്യത്യസ്തനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിട്ട് കാണണം. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ മലയുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം. നമ്മളെ ഇവിടെ സഹായിച്ച ദീദി സോങ്മിത് ദീദി പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുമോ സംശയമാണ്, അങ്ങനത്തെ റോഡാണെന്നാണ്. അപ്പൊ ശ്രുതി പറയാണ് ഞാൻ കാണാത്ത മോശം റോഡ് എവിടെയാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും പോയി നോക്കാം. കുറച്ചുകൂടി അപ്പുറത്ത് പുള്ളി വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അതിന്റെ സൈഡിലേക്ക് വരാം, അതിന്റെ അവിടെ നിന്ന് മേലോട്ടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെ പുള്ളി വരുന്നതെന്ന് അറിയില്ല. ടോയ്ലറ്റ് ഉണ്ടെന്ന് മാത്രമേ പുള്ളി പറഞ്ഞത്, റെസ്റ്റോറന്റ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല. നല്ല വിശക്കുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ വന്ന ദിവസം നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഒരു സ്ഥലം കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ പുള്ളി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നേരെ പോയോക്കല്ലേ, പുള്ളിയുടെ കയ്യിൽ വല്ല ബ്രേക്ക്ഫാസ്റ്റ് സംവിധാനം ഉണ്ടോ ചോദിച്ചോക്കാം. ചെന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കിട്ടുന്ന സ്ഥലം ഉണ്ടാവോ എന്തോ. വണ്ടി എടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു. കുറച്ചപ്പുറത്ത് ഒരു ചായക്കടയുടെ മുമ്പിൽ അദ്ദേഹം ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പേരുകൾ പറയാനൊരു പ്രൊണൗൺസിയേഷന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചിട്ടു. അപ്പോൾ അവർ ചായ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു സംവിധാനം കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും പുറത്തിടാത്ത ആ ഒരു സിസ്റ്റം. അപ്പോൾ ഞാൻ ഈ അടുത്താണ് വായിച്ചത്, ഒരുപാട് പണ്ട് നമ്മളൊന്നും ചെയ്യുന്നതിനൊക്കെ മുമ്പ് കുറേ മുമ്പ് തന്നെ ഇവർ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. അതായത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ച സ്റ്റേറ്റാണ് സിക്കിം കേട്ടോ. നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു സാനിറ്ററി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടോ പൂക്കളൊക്കെ വെച്ചിട്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ റൂട്ടിന് ട്രാവൽ ചെയ്തപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നു. പെൺകുട്ടികളില്ല, അവർ എമർജൻസി ആയിട്ടൊക്കെ വരുമ്പോൾ സാനിറ്ററി പാർട്സ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് വന്ന് എടുത്ത് ആ ഒരു എമർജൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓ, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോലും അല്ലേ? അത് ഇത്ര ഇവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആലോചിച്ച് നോക്കണം. ഈ ഒരു കാട്ടിലാണ്, ഇവിടെ അധികം വീടുകളോ അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇവരുടെ പോപ്പുലേഷൻ ഒക്കെ വളരെ കുറവാണ്, എന്നിട്ട് പോലും അതിനുള്ളൊരു സംവിധാനം അവർ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഗവൺമെന്റ് ഫണ്ടുകൾ കാര്യങ്ങളല്ല. ഇന്നലെ രാത്രി പറഞ്ഞില്ല ഒരു പാർട്ടി വെച്ച് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളെ പാർട്ടിക്ക് കൊണ്ടുപോയ ദീദി പറഞ്ഞു ആ ദീദിയുടെ ഫ്രണ്ടാണ്, പിന്നെ ഒരു അടിപൊളി മനുഷ്യനാണ്, കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ട് ഒരാളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം കുറിച്ച് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, ഇദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം ഉണ്ടല്ലോ, 20,000 രൂപയെങ്ങാണ്ട് അത്ര കിട്ടുന്നത് ഇവർക്ക് ഇവിടുത്തെ കഥ. അപ്പോൾ അത് മുഴുവനും പുള്ളി, അത് മുഴുവൻ മാത്രമല്ല വേറെ പലതരത്തിലുള്ള ഫണ്ടുകളും പുള്ളി ഇങ്ങനത്തെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുള്ളിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് അല്ലേ? ഭയങ്കര ആർഭാടായിട്ട് ഭംഗിയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ സിമ്പിളായിട്ട് ഉണ്ടോ അതിനകത്ത് പാഡ് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ആലോചിച്ച് നോക്കില്ലേ, ഐ ആം യുവർ സാനിറ്ററി പാഡ്. അവിടെയും ബോക്സ് ഉണ്ട്. ഇവിടെ കണ്ടോ വേറെ സംഭവം വെച്ചിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ആ സിഗരറ്റിന്റെ കുറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മിറർ എങ്ങനെ ഓക്കെ ഓക്കെ. സിഗരറ്റിന്റെ കുറ്റിയൊക്കെ പുറത്ത് നമ്മൾ പൊതുവെ ചുമ്മാ ആൾക്കാർ വലിച്ചെറിയല്ലോ, ഇവിടെ അതുപോലും പുറത്ത് വലിച്ചെറിയാൻ പാടില്ല എന്നാണ്. പിന്നെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞേ?
എന്തിന്റെ ബോക്സ് സാനിറ്ററി ബോക്സ്. ആണോ? ഇത് പാഡ് സ്റ്റോക്ക് ചെയ്യാനുള്ള ബോക്സ് ആട്ടോ. ആ ചെറിയ ബോക്സിൽ തീരുമ്പോൾ ഇതിനെ എടുത്തിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. സിർഫ് ആപ്കാ മന്ത്ലി ഹോണറേറിയോ? वही तो यूज करते हैं बात में किसी को प्रॉब्लम. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഫണ്ടഡ് ബൈ ലോവർ ബഫോക്ക് പഞ്ചായത്ത്. അതായത് ഈ പഞ്ചായത്തിലെ പുള്ളിക്ക് ഈ ഒരു മാസത്തേക്ക് കിട്ടുന്ന ആ ഹോണറേറിയം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിന്നത് കൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞത് മാത്രം, ഇത് തുടക്കം മാത്രമേ ഉണ്ടോ. പുള്ളിയുടെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ പുറകിൽ കാണുന്ന ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഓ ഓക്കെ 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 ഓക്കെ. അത് ഡിസ്പോസ് ചെയ്യാൻ ഉപയോഗിച്ച പാഡ് അല്ലേ, എന്തായാലും ചേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിച്ച പാഡ് ഉണ്ടാവുമല്ലോ, അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിറ്റ് ഇട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ബറിയൽ പിറ്റ്. ഞാൻ പറഞ്ഞ ആ വഴിക്ക് അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് നമ്മളിവിടെ ചായ ഓർഡർ ചെയ്ത കാര്യം ഓർമ്മ വന്ന് നോക്കുമ്പോൾ അവർ ചായ ഒക്കെ ഉണ്ടാക്കി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളപ്പോൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്ക് കുറച്ച് മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ബൈക്കിൽ സാധാരണ ഒരു ഡസ്റ്റ്ബിൻ വെക്കാറുണ്ട് ഇത്രേ. അതിൽ പോകുന്ന വഴിക്കൊക്കെ ട്രാഷ് കാണുമ്പോൾ പുള്ളി പെറുക്കിയിട്ട് അതിനകത്ത് ഇടുന്ന പറഞ്ഞത്. ക്ലീനിങ്ങും പുള്ളി തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ നോക്കുന്നത്. പഞ്ചായത്തിന്റെ ഡെവലപ്മെന്റ് മാത്രമല്ല, ഈ ഇവിടുത്തെ റോഡും മറ്റു സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതും പുള്ളി തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ബൈക്ക് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഒരു വളവിൽ ജസ്റ്റ് നിർത്തിട്ടോ. പുള്ളി ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, അതിൽ ചെറിയൊരു തോട് പോലെ, റോഡിന്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ഒരു തോട് പോലെ ഉണ്ട്. അതിന് ചെറിയൊരു പാലം അതിന്റെ കുറുകെ. അതായത് ഇവിടുന്നൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ പാലാണ്. ഒരു കുഞ്ഞി പാലം. മേസ്ത്രിയും പുള്ളി തന്നെയാണ്. മേസ്ത്രിയും പുള്ളി തന്നെയാണ്. ഇതുപോലത്തെ കുറെ പാലങ്ങൾ പുള്ളി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്ര ഓ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ വീണ്ടും ഒരു വളവിൽ നിർത്തിയിട്ടോ. പുള്ളി നമ്മളെ എങ്ങോട്ടോ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഈ സീരീസിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത നമ്മുടെ അട്ടപ്പാടി വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡസ്റ്റ്ബിന്നുകളുടെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇവിടെ കണ്ടോ, ഇത്രയും കുറച്ച് ആളുകളുള്ള സ്ഥലമാണ് എങ്കിൽ പോലും അതിനെ ഒരു ലാഘവത്തോടെ കാണാതെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് വഴിയിൽ ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ ഡസ്റ്റ്ബിന്നുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റോഡ് ഭയങ്കര മോശം റോഡാണ് കയറിപ്പോകാൻ. പക്ഷെ നല്ല റോഡായിരുന്നു അത് ഇപ്പോൾ ലാസ്റ്റ് മഴ പറഞ്ഞല്ലോ നമ്മൾ, സിക്കിമിലുണ്ടായ ഭയങ്കര മഴ, അതിനകത്ത് നാശമായി പോയതാണ്. ഇപ്പോൾ ഇതേ അദ്ദേഹം നമ്മളിങ്ങനെ ഒരു കൃഷി സ്ഥലത്തൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ. എങ്ങോട്ടാണെന്നറിയില്ല, പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ. നേരത്തെ പാലം കാണിച്ചപ്പോൾ പുള്ളി മേശിയാ പറഞ്ഞില്ലേ നീ, അത് ഞാൻ തമാശനാ വിചാരിച്ചേ. തമാശ പറഞ്ഞല്ലേ, പുള്ളി പറഞ്ഞിരുന്നില്ലേ? പുള്ളിക്കാരൻ തന്നെ സ്വന്തം കൈ, പുള്ളിയാണ് എഞ്ചിനീയർ. നമ്മളെ വീണ്ടും വിളിച്ചു കൊടുത്തത് ഇതുപോലത്തെ വേറൊരു പാലം കാണിച്ചു തരാൻ കേട്ടോ. കണ്ടോ ഈ ഒരു പാലം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പാലം കാണിച്ചപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഇതിന് എത്രയാണ് എക്സ്പെൻസ് ആയത് കേട്ടോ. അവിടെ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതും പുള്ളി നേരത്തെ കാണിച്ച പോലെ പുള്ളി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എക്സ്പെൻസ് വെച്ചപ്പോൾ പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങേണ്ട പൈസ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളി തന്നെയാണ് മേസ്ത്രി. പിന്നെ ഈ ഗ്രാമവാസികൾ പുള്ളിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് സംഭവം. പുള്ളിയാണ് മേസ്ത്രി എന്ന് വെച്ചിട്ട് പാലം അത്ര മോശമൊന്നുമല്ല കേട്ടോ. സിക്കിമിൽ ഒരുപാട് പാലങ്ങളും ഡാമും ഒക്കെ തകർന്ന സമയത്ത് അത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നമ്മുടെ പുള്ളിക്കാരൻ പണിത ഈ പാലം തകരാതെ പിടിച്ചു നിന്നിട്ടുണ്ടോ. അവിടുന്ന് വണ്ടി എടുത്ത് പോന്നിട്ട് കുറച്ചുകൂടി ദൂരം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും നിർത്തിയിട്ടോ. ഇവിടെ കണ്ടോ, എവിടെയുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ബോക്സസ്. അത് നമ്മൾ വരുന്ന വഴിക്ക് വേറെയും കുറേ കണ്ടായിരുന്നു. ഈ ക്യാനുകളൊക്കെ ആൾക്കാർ ബിയറിൻ്റെ ക്യാനും അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ക്യാനൊക്കെ അതിനകത്ത് ഇടുന്നത്. അങ്ങനെ ഈ ബോക്സുകളിൽ ആൾക്കാർ നിക്ഷേപിക്കുന്ന ക്യാനുകളും അതുപോലെ ബോട്ടിലുകളും പിന്നെ ഇവിടുത്തെ വീടുകളിൽ അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലുകളൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൽ ചെടി വെച്ച് പിടിപ്പിച്ചേക്കാണ്. കണ്ടോ ഇതിനകത്തുണ്ടല്ലോ വേറെ കാര്യം എന്ന് വെച്ചാൽ ചെടി മാത്രമല്ല, ഇവര് വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി കൃഷിയും ഇതുപോലുള്ള സൈഡ് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ആണോ? അപ്പം കൃഷി ചെയ്യാൻ വേണ്ടി കൃഷിയിടം തന്നെ വേണമെന്നില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആ വെളുത്തുള്ളി മുളപ്പിക്കാൻ വെച്ചിട്ട് അത് മുളച്ചു വരുന്നതാണ് കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഡംപ് ചെയ്താൽ കേട്ടോ, ഇത് അവര് വെളുത്തുള്ളി മുളപ്പിക്കാൻ വെച്ചേക്കാണ്. ഇനി ഇത് മുളച്ചതിന് ശേഷം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും അല്ലേ. ഇതുണ്ടോ ഈ ചാക്കുകൾ അവർ വീടുകളിൽ നിന്ന് ഇങ്ങനത്തെ ഈ ബോട്ടിലുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കാണ്.
അവിടുന്ന് വണ്ടി എടുത്ത് വീണ്ടും പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ വഴിയിൽ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് നിർത്തിയതാണ്. അപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുകളിലൊരു ഗുമ്പയുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു. हेलो कमरी आप लोग गुम्बा में जा रहे हैं ना? हाँ ओके ओके. इधर से ज़्यादा दूर है? लगभग 1 किलोमीटर है. 1 किलोमीटर और सेम रूट है? ना ये नीचे जाता है. नीचे जाता है. ये जाता है. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇങ്ങോട്ട് താഴേക്ക് ഈ വഴിക്കാട്ടോ അവർ നടന്നു പോകുന്നത്. കണ്ടോ വടിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. അവർ ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് സിഗരറ്റിൻ്റെ കുറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രം. സെയിം താഴെ നമ്മൾ കണ്ടതുപോലെ ഒരു വാഷ്റൂം ഉണ്ട്, പെൺകുട്ടികൾക്ക് ഈ സാനിറ്ററി പാഡ് എടുക്കാനുള്ള ബോക്സ് ഉണ്ട്, വാഷ്റൂമിലേക്കുള്ള വെള്ളം വെച്ചേക്കണുണ്ടോ, കണ്ടോ മിററുണ്ട്, കണ്ണാടിയൊക്കെ ഉണ്ട്, ഫുൾ സെറ്റാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമ്പോൾ അങ്ങനെ നോക്കുകയാണ്, വേഗം പുള്ളിയുടെ അവിടേക്ക് പോകണമല്ലോ നമുക്ക്. പക്ഷേ ഇതൊക്കെ തന്നെയല്ലേ കാണാനുള്ളത് പ്രധാനമായിട്ടും. ഇതൊക്കെ കാണാതെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം എന്താണ്? 10ാമത്തെ വർഷത്തിലേക്ക് ആണ് അദ്ദേഹം ഈ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ 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 ഓക്കെ. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞില്ലേ, നീ ചോദിച്ചില്ലേ ഇതൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്? പറഞ്ഞത് ഞാന് അല്ലെങ്കിൽ എന്റെ മോൻ. അതെ അതെ, എനിക്ക് സമയമില്ലാതെ എന്റെ മോൻ വന്ന് ക്ലീൻ ചെയ്യുന്നു. അതെ അതെ, അതായത് ഈ വേസ്റ്റ് ബിന്നിലൊക്കെ ആൾക്കാർ വേസ്റ്റ് ഇടുമല്ലോ, അതൊക്കെ അവിടുന്ന് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യണല്ലോ. അപ്പോൾ അതൊക്കെ ആരാണ് ചെയ്യുക, അതിന് സ്റ്റാഫ് ഉണ്ടോ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി ചെയ്യും, പുള്ളി ഫ്രീ അല്ലാത്ത സമയത്ത് പുള്ളിയുടെ മോൻ ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്. അതാണ് സംഗതി. ശരിക്കും ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി, അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ ശരിക്കും നമ്മൾ ഇൻസ്പയർ ആകുന്നുണ്ട് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട്. അവിടെ വീണ്ടും കുറച്ചുകൂടി ദൂരം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ബർഫോക്ക് എന്ന് പറയുന്ന വില്ലേജിൽ എത്തിട്ടോ. ഇതാണ് ലാസ്റ്റ്. ഇവിടെ കണ്ടോ, നേരത്തെ നമ്മൾ കാണിച്ചു തന്നില്ലേ, ഇവരിങ്ങനെ ഈ വഴിയുടെ ഉടനീളം ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ, ചെടി ഉണ്ടാകുന്നതിനൊപ്പം തന്നെ വെളുത്തുള്ളിയും കിട്ടും. അങ്ങനെ ഇതാണ് കേട്ടോ എൻട്രി ചെയ്യുന്ന പോയിന്റ്. ഈ എൻട്രി ചെയ്യുന്ന സ്ഥലത്തും സെയിം സംഭവം പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ, പബ്ലിക് ടോയ്ലറ്റ് കണ്ടോ, മനോഹരമായിട്ട്. ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ പിന്നിലുള്ള ആ എഫേർട്ടിനാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്നോടൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം തോന്നുന്നു കേട്ടോ. അതായത് ഈ ഒരു മലമുകളിലേക്ക് ഈ ഒരു 6 കിലോമീറ്റർ റോഡിലൂടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയുള്ള പബ്ലിക് ടോയ്ലറ്റ് ഒരുപാടെണ്ണം കണ്ടു. പക്ഷേ എൻ്റെ നാട്ടിൽ എടത്തനാട്ടുകരയിൽ അവിടെ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക്, അവിടുത്തെ കടക്കാർക്ക്, യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഉപയോഗിക്കാൻ ഒരു ടോയ്ലറ്റ് അവിടെ ഇല്ല. ആലോചിച്ച് നോക്കാം. ആ അദ്ദേഹത്തിൻ്റെ മോനാണ്ടോ കമറി. आपका नाम? हाँ मुश्किल नहीं. आपका नाम? पुनः लिप्चा है. पुनः लिप्चा. हाँ ओके ओके. स्टडी करते हैं क्या? मैं स्टडी छोड़ दिया, अभी गवर्नमेंट जॉब कर रहा हूँ. हाँ गवर्नमेंट ड्राइवर करता हूँ इधर ही लैंड रेवेन्यू में. ओके. ലാൻഡ് റവന്യൂ. ആ ഓക്കെ. പുള്ളി അവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് തുണി ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ. കോൻ ഡ്രൈവ് കരേഗാ ബേട്ടേ കത്തെ. ഓ ഓക്കെ ഓക്കെ. ഈ മനുഷ്യൻ നമ്മളെ ഓരോ മൊമെന്റിലും വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അദ്ദേഹത്തിന്റെ ഈ വില്ലേജിലേക്ക് എൻട്രി ചെയ്യുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു ഷെഡിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ. ഏതാടാ? ആൾട്ടോ അല്ലേ? ആൾട്ടോ കിടക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ കണ്ടോ ആംബുലൻസ്. ഇത് ഈ ഗ്രാമവാസികളുടെ ആംബുലൻസ് ആണ്. സംഗതി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വണ്ടിയാണ്, പക്ഷേ സൗജന്യമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ ഇത് ആംബുലൻസ് ആയിട്ട് ഓടും. ആംബുലൻസ് ആയിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു പരിപാടി തന്നെ കേട്ടോ. ഇവിടുന്ന് താഴത്തേക്ക് പോകണമെങ്കിൽ തന്നെ 6 കിലോമീറ്റർ മെയിൻ റോഡിലേക്കുണ്ട്. പിന്നെ പ്രധാനമായിട്ടും കുറച്ച് അത്യാവശ്യമുള്ളൊരു കേസാണെങ്കിൽ ഗാങ്ടോക്ക് വരെ പോകണം. മെയിൻ ടൗൺ അതാണ്. അതെ, ആ റോഡൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇത്രയും വീഡിയോകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ഓടിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് സൗജന്യമായിട്ട് ആംബുലൻസ് ആയിട്ട് സർവീസ് നടത്തുന്നു. സെൽഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം സെൽഫിഷ് ആണെന്നുള്ളത് ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ചെറുതായി പോവാണ് ഇവരുടെ മുമ്പിൽ. അതുപോലെ പുള്ളി അവിടുന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ, അത് വെച്ചിട്ട് കാണിച്ചു തരാന്ന പുള്ളി പറഞ്ഞത് കണ്ടോ. ഇതിപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കൊണ്ടാണ് പുള്ളി അങ്ങനെ വന്നത് ഈ ബൈക്കും കൊണ്ട്. സാധാരണ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു സാധനം വണ്ടിയിൽ സ്ഥിരമായിട്ട് വെക്കും. നോക്കിയേ,
അതായത് ഇവിടെ മൊത്തത്തിൽ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയാതെ ഇട്ടതോ അല്ലെങ്കിൽ കാറ്റത്ത് പറന്ന് വീണതോ ആയിട്ടുള്ള ട്രാഷ് എന്തെങ്കിലും റോട്ടിലുണ്ടെങ്കിൽ പുള്ളി പോകുന്നതായിരിക്കും വണ്ടി നിർത്തിയിട്ട് അത് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടും കണ്ടോ. എന്നിട്ട് പുള്ളി അതെടുത്തിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യും. അത് കത്തിക്കോ അങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇവിടെ ഇവർ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഓരോ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന കവറുകളൊക്കെ ഉണ്ടാവില്ല, ബിസ്ക്കറ്റിന്റെ കവറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ട് അതുകൊണ്ട് എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ ഒരു പീഠം ഉപയോഗിക്കും, ഒരു പലക, അതിന്റെ മുകളിൽ വെക്കാനുള്ള കുഷ്യനോ അങ്ങനെ എന്തോ സംഭവമാണത്. അത് വിൽക്കുക ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ സാധനം ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ലാന്നാണ് പറഞ്ഞത്. അങ്ങനെ സംഭവം ഉണ്ടാക്കിയിട്ട് അവർ പുറത്തേക്ക് മാർക്കറ്റിലേക്ക് വിൽക്കുത്രേ. അതുപോലെ അവർ വേസ്റ്റാക്കി വെറുതെ കളയുന്നില്ല. കാറൊക്കെ പാർക്ക് ചെയ്തതിന് തൊട്ടടുത്തുള്ള ഈ ബിൽഡിംഗ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ വീട്. പുള്ളി നമ്മളോട് ആ സ്കൂള് ചൂണ്ടിക്കാണിച്ചിട്ട് അതൊന്ന് കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിതാ സ്കൂള് കാണാൻ വേണ്ടി പോവാണ്. അടിപൊളി ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ പതിച്ച അടിപൊളി ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജംഗൂല് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഓരോ സ്കൂളിലും ഇതുപോലുള്ള പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല്, സീസോ അല്ലേ, കുട്ടി പാർക്കുകളുണ്ട് കണ്ടോ. ഇതാണ് സ്കൂൾ കേട്ടോ, നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ കയറി വരുമ്പോൾ 3 നിലയിൽ ഒരു മനോഹരമായ സ്കൂൾ കേട്ടോ. സ്കൂളിൻ്റെ ഈ വരാന്തയിലൊക്കെ എല്ലാ തിണ്ണകളിലൊക്കെ ഫുള്ള് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സാനിറ്ററി നാപ്കിൻ അത് വെക്കുന്ന പെട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ സുരി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഏരിയ ഹൃദയം എന്ന് പറയുന്നത് കഞ്ഞിപ്പരയാണെന്നാണ് ഒരു വെപ്പ്. അതെ 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 അതെ, ഇതാണ് ഇവിടുത്തെ കഞ്ഞിപ്പര. എന്ത് വൃത്തിയാന്നൊക്കെ. സംഗതികൾ ഭയങ്കര സിമ്പിൾ സാധനമാണ്, ഭയങ്കര ആഡംബരങ്ങളൊന്നുമില്ല അല്ലേ. അടുപ്പാണെങ്കിലും ഈ ബെഞ്ചുകളും സംഭവങ്ങളൊക്കെ ആണെങ്കിലും കണ്ടോ, ഇവിടെ ഇരിക്കുന്ന സംവിധാനം കണ്ടോ. ചെറിയ തടിയുടെ കഷ്ണം ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിനകത്തൊരു പലക അടിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ. പക്ഷെ ഒരു ചെറിയൊരു വേസ്റ്റ് കുപ്പ കഷ്ണം പോലും അല്ലേ, ഒരു പേപ്പർ കഷ്ണം ചുരുണ്ട് കിടക്കുന്നത് പോലും നമുക്ക് ഇവിടെ ഈ പരിസരത്തൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ പഞ്ചായത്തിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തു വരുന്ന പിള്ളേര്, ആ പിള്ളേരെ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്നുള്ളൂ. അതാണ്. ഇതൊരു പ്രൈമറി കുട്ടികൾ ഇവിടെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ലൈഫിൽ എല്ലാ കാലത്തും ആ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പഞ്ചായത്ത് മൊത്തം അവർ കാണുന്നുണ്ട്. പുള്ളിക്കാരൻ ശരിക്കും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കൂടി വൻ ഇൻസ്പിറേഷൻ. പുതിയ തലമുറേനെയാണ് ഈ രീതിയിൽ വാർത്തെടുക്കുന്നത്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ജീവിത നിലവാരം അല്ലേ. ഇവിടെ കണ്ട അവരുടെ മെനു വെച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ബർഫോക്ക്. ഓരോ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടതെന്നായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷികൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇതിപ്പോൾ ഒരു മലയുടെ മുകളിലാണല്ലോ, അങ്ങോട്ട് താഴേക്ക് കണ്ടോ. ഇനി ഞാൻ പറയില്ല, വീണ്ടും തീഷ്ടാദിനെ പറ്റി പറയേണ്ടി വരും. അതൊരു പ്രത്യേക തരം കാന്താരി, കറുത്ത കളറുള്ള മുളകാണല്ലേ. ഇത് സ്കൂളിന്റെ പുറകുവശമാണ് കേട്ടോ. ഇവിടെ ഒരു സോളാർ പാനലൊക്കെ കാണാനുണ്ട്. അതുപോലെ ഇവിടെ 2-3 പേരമരമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ സുധി പറഞ്ഞു ഇവിടുത്തെ പേരമരത്തിൽ ഒന്നും നോക്കണ്ട, സ്കൂൾ കുട്ടികളുള്ള സ്ഥലമാണ്, അവിടെ ഒറ്റ ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇവിടുത്തെ പിള്ളേർക്കാണ് ഭാഗ്യം ചെയ്ത പിള്ളേര്, കിടിലം വ്യൂ കണ്ടുകൊണ്ട് പഠിക്കാം. ഇത് ശരിക്കും അപ്പൂപ്പൻ താടി മരമല്ല, പക്ഷെ സംഗതി ഒരു കുഞ്ഞ് അപ്പൂപ്പൻ താടി തന്നെയാണ് അതിന്റെ കായക്കകത്ത് അല്ലേ. അത് പോയി ഹിമാലയൻ അപ്പൂപ്പൻ താടിയൊക്കെ ഇങ്ങനെയാ, കാണാൻ പറ്റത്തില്ല. സ്കൂൾ കണ്ടതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീടിന്റെ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെയാണ് അവരുടെ അടുക്കള. കമരി കമരി ഇത് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആണ് കേട്ടോ. സിസ്റ്റർ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ക്യാമറത്തെ അച്ചാർ. ഓക്കെ ഓക്കെ. ആ ചട്നി ഉണ്ടാക്കാണല്ലേ, മറ്റേ മുളകായിരിക്കും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് കിച്ചൺ ആണല്ലേ. പിന്നെ ഇങ്ങനെ വരുമ്പോ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്ത് നല്ല സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ അപ്പുറത്തേക്ക് ഇരുത്തണേ. ഇത് അവരുടെ സ്വീകരണ മുറി. ഓ ന്യൂസ് പേപ്പർ മേ ആയാനാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ചുമരിൽ ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അതിന്റെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, അദ്ദേഹം അവാർഡ് വാങ്ങുന്ന ഇദ്ദേഹം ഒരു മന്ത്രിയാണ് അത്രേ. പിന്നെ ഇവിടെ കണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഫീച്ചർ.
ഇവിടുത്തെ ഒരു പത്രത്തിൽ വന്നതാണ്. ഇൻ പ്രാക്ടീസ് വിത്ത് ഗാറ്റ്സോ ലെപ്ച ദ കൺസെപ്റ്റ് ഓഫ് സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ്. ഇതിനകത്ത് അദ്ദേഹം നിർമ്മിച്ച പാലത്തിൻ്റെയും അതുപോലെ ഈ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെയും വേസ്റ്റ് ബിന്നിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ചായ വന്നു. പതിവ് പോലെ ചായ അടച്ചു വെച്ചിട്ട് തന്നു അല്ലേ? ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെ അല്ലേ? അതെ, ചായ ചൂടാറില്ല. कॉन्ट्रैक्टर बनना चाहता हूँ, काम करना चाहता हूँ, मैं बोल रहा हूँ, वो लोग नहीं मानते हैं, दीदी लोग नहीं मानते. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഇപ്പോൾ പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇതുവരെ കേട്ടതിനേക്കാളൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാനത് പറയാൻ വരുന്നു. അപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടുവച്ചു. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഫുഡ്? ചോറുണ്ട്, അതുപോലെ തന്നെ എന്താ സൂപ്പാണോ, കറി ദാലാണോ? എന്തൊരു പയറ് കറിയാണെന്ന് തോന്നുന്നു. ഇത് വെജിറ്റബിൾ എന്തോ സംഗതി ഉണ്ട്. ഇത് അച്ചാറ്, ഇതാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ വന്ന സമയത്ത്. ഓംലെറ്റ് ഇപ്പോൾ വന്നു. താങ്ക് യു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് പതിവ് പോലെ സ്വീകരണം, ആദരവ് കിട്ടിട്ടോ. എൻ്റെ പേര് കഥ എന്നാണ് കേട്ടോ, കഥ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മളവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ താഴത്ത് ഇവരുടെ പഞ്ചായത്തിൽ തന്നെ ഒരു നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ഫോൺ ചെയ്തിട്ട് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയും സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും എന്ന് തോന്നി. ഓർഗാനിക് ഓർഗാനിക് എന്ന് പറയുമ്പോൾ സുധി പറയുമ്പോൾ എനിക്ക് ചിരി വരും. ഒന്നും വിചാരിക്കരുത്, ഇവൻ എല്ലാത്തിൻ്റെയും കൂടെ ഓർഗാനിക് കൂട്ടുന്നുണ്ട്. സിക്കിമിൽ അങ്ങനെയാണ്, ഓർഗാനിക് രാസവളം എന്നൊക്കെ പറഞ്ഞു കളയും. ഓക്കെ, എന്തായാലും അത് കുറച്ച് സീരിയസ് ആയിട്ട് പറയേണ്ട വിഷയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ വന്ന വഴിയിൽ എവിടെയോ ആണ്. അപ്പോൾ നമുക്ക് വഴി തെറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബഹൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടെ വരുന്നുണ്ട്. പക്ഷേ ബൈക്കിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ നടന്നിട്ടാണ് പോകുന്നത്. നമ്മളെ മുമ്പ് എത്തും. നമ്മളെ മുമ്പ് എത്തും. വഴിയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാ പറഞ്ഞു. നമ്മൾ ബൈക്കിൽ പോയാലും ആദ്യം അവരെത്തും, അവരവിടെ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞത് റോട്ടിൽ. ഈ വഴിക്ക് എങ്ങനെയോ ആണ് അവർക്ക് പോവേണ്ടത് കേട്ടോ. ഓക്കെ, അദ്ദേഹം എന്തായാലും വീണ്ടും വരണം, ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ വരും അല്ലേ? വരാതിരിക്കാൻ പറ്റുമോ? വരാതിരിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞല്ലോ ഈ ആംബുലൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഇവിടെ ഓടുന്നത് എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി കേട്ടപ്പോഴാണ് ഞങ്ങൾ ഭയങ്കര ഞെട്ടിപ്പോയത്, വണ്ടറായത്. കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിന്ന് 7,000 രൂപ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഗാങ്ടോക്കിൽ ഇവരുടെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ പോകുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഒരു ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ രോഗികളായിട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അതായത് ഈ ലെപ്ച കമ്മ്യൂണിറ്റിക്ക് അവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, ഇവരിവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അവര് മിക്കവാറും ഇവർക്ക് അവിടെ കുടുംബക്കാരോ പരിചയക്കാരോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ഹോട്ടലിലൊക്കെ താമസിക്കേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് പുള്ളി സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് 7,000 രൂപ എങ്ങാണ്ട് എടുത്തിട്ട് എല്ലാ മാസവും വാടക കൊടുത്തിട്ട് അവിടെ റൂം എടുത്ത് വെച്ചേക്കുവാണ് ഇവിടുന്ന് ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ പേഴ്സണൽ പൈസയാണ് കേട്ടോ, അത് വേറെ ഫണ്ടൊന്നുമല്ല. അപ്പോൾ നിലവിൽ അവിടെ 3 പേര് ഓൾറെഡി ആ റൂമിലുണ്ട്. ഇത്ര ചികിത്സയ്ക്ക് പോയ ആൾക്കാരാണ്. അപ്പോൾ അടുത്ത ഒരാളെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഒരുപാട് സന്തോഷം, നന്ദിയൊക്കെ പ്രകടിപ്പിച്ചു അവര്. അതൊക്കെയാണ് പുള്ളിക്കാരനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അതെ അതെ. കൂടാതെ ഇത് പറയുമ്പോൾ നമ്മള് പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റിയും പറയണം. തീർച്ചയായിട്ടും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലല്ല പുള്ളി ഭരണത്തിലിരിക്കുന്നത്. പുള്ളി ഫസ്റ്റ് ടൈമിൽ സമയത്തും പുള്ളിക്കാരനെതിരായിട്ട് ഇവിടെ വലിയ പാർട്ടിയുടെ പേരൊന്നും നമ്മൾ പറയുന്നത് വലിയ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തും പുള്ളിക്കാരൻ ഈ ഒരു പറമ്പിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിക്കാരൻ നമ്മളുടെ കാടമം അതിന്റെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരന് സ്വതന്ത്രനായിട്ടാണ്, ആ പാർട്ടിക്കെതിരെ സ്വതന്ത്രനായിട്ടാണ് പുള്ളിക്കാരൻ മത്സരിച്ചത്. അതിൽ പുള്ളി ജയിച്ചു. അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം രണ്ടാമത്തെ ടൈം മത്സരിച്ചത് സ്വതന്ത്രനാണ്. രണ്ടാമത്തെ ടൈം പാർട്ടി ടിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്തേക്ക് വന്നു. പുള്ളിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കീഴിൽ നിന്ന് പാർട്ടി ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ കീഴിലായി പോകും. പാർട്ടി പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും. പുള്ളിയുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി പുള്ളി നിൽക്കുന്നില്ല തീരുമാനിച്ചു ആദ്യം. പക്ഷേ ജനങ്ങൾ നിർബന്ധിച്ച് പുള്ളിനെ നിർത്തി. പുള്ളി ജയിച്ചു. ഇവിടെ 5 or 6 മെമ്പർമാരാണ്, വാർഡുകളാണ്. അത് പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സുമാണ്, പുള്ളിയുടെ ടീമാണ്. അവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച ആൾക്കാരാണ്. അവരാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അങ്ങനെയാണ് കഥ. ഇതാണ് നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ പാർട്ടിയുടെ പിൻബലമൊന്നും
അത്രയ്ക്ക് നിർബന്ധമല്ല അല്ലേ? കുറെ കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ, ഫിലോസഫിക്കലായിട്ടൊക്കെ ഓരോന്നൊക്കെ സംസാരിച്ച് പുള്ളി ഭയങ്കര ഈ പൈസക്ക് ഇങ്ങനെ ഭയങ്കര ആർത്തിയുള്ള മനുഷ്യനോ ഒന്നുമല്ല, സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് നാടിന് വേണ്ടിയിട്ട്. അദ്ദേഹം അത് പുള്ളിയുടെ സമയം മുഴുവൻ ഈ നാടിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാൻ ആ ഒരു സ്ഥാനം അദ്ദേഹം ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ നമ്മൾ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിരുന്ന് കയറി, തൻ്റെ സിസ്റ്റർ മുമ്പിൽ പോയി. ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ കുറേ നേരം കാത്തിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും പോവാം. പറഞ്ഞ പോലെ തന്നെ നമ്മളാ റോട്ടി കൂടി ഇങ്ങനെ പതുക്കെ ഉരുട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ ദീദിയോടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് കട്ട് हम वीडियो शूट करने के थोड़ा टाइम उधर वेट किया इसलिए. ഇത് കണ്ടോ, ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ബൈ റോഡല്ല വരുന്നത്, ചുറ്റി അവർ ഡയറക്റ്റ് ഇതേ അവിടെ നിന്ന് ഇങ്ങനെ കുത്ത താഴേക്ക് ഇറങ്ങി വന്നേക്കുവാണ്. ഈ വഴിക്കാണ് കേട്ടോ നമുക്ക് പോവേണ്ടത്. ഇങ്ങനെയാണ് അവർ ആ മലയുടെ മുകളിൽ നിന്ന് ഇത്രയും ദൂരം വന്നത് കേട്ടോ, ഇങ്ങനെയുള്ള വഴികൾ. അവരിവിടെ എത്തിയിട്ട് ആ ചേട്ടനെ വിളിച്ചു ചോദിക്കാത്രേ, അവര് പോകുന്നില്ല, എത്തിയില്ല. അവരിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി കുറെ സമയമായിട്ടുണ്ട്. 2 വട്ടം പോയിട്ട് വരേണ്ട ടൈം. കമ്പനി ഇതാണ് കേട്ടോ. അവക്കാടോ ഖായ നമ്മൾ അവിടുന്ന് കഴിച്ചില്ലേ, ആ ജംഗ്ലി അവക്കാടോന. ആ ഓക്കെ നമ്മൾ അവിടുന്ന് കഴിച്ചതാണല്ലേ. ആ ഓക്കെ ऊपर वो है बकरी का नहीं या वो का ऑक्स का ഓക്സ് കാ. याक और ऑक्स का ना ये बनाते हैं. ആ ഓക്കെ ഇതുണ്ട് ഒരു സ്റ്റൂള് കാളയുടെ അല്ലേ, കാളേന്റെ ആയിരിക്കും തോന്നുന്നു. കണ്ടോ രോമൊക്കെ കറക്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള. നിനക്കുണ്ടോ? നിനക്കുണ്ടല്ലേ. ബാക്കിൽ തന്നെ ആരോ ഒന്ന് തോണ്ടുന്നുണ്ട്. ഓക്കെ അത് അവരുടെ അടുക്കള കംപ്ലീറ്റ് ഈ ലോഗ്സ് ആണ് കേട്ടോ, അതായത് തടി വെച്ചുണ്ടാക്കിയതാണ്. ഇതാണ് ഇവരുടെ വീട് കേട്ടോ. ഇവർക്ക് പശുക്കളൊക്കെ ഉണ്ട്. അവിടെ പശുത്തൊഴുത്തുണ്ട്. തൊട്ട് താഴെ തന്നെ ആയിട്ട് നിറയെ വാഴക്കൃഷിയുണ്ട്. വാഴ എന്ന് എപ്പോൾ പറഞ്ഞാലും സുധി ഇനി ഒന്ന് നോക്കും. ഞാൻ ഒറിജിനൽ വാഴനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് അവക്കാടോ, ജംഗ്ലി അവക്കാടോ. സംഗതി നല്ല കയ്പ്പാണ്, അങ്ങനെ ഒരു എടുത്തു പറയുന്ന ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവരിങ്ങനെ തന്ന സ്ഥിതിക്ക് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. നല്ല സാധനം, റിച്ച് പ്രോട്ടീൻ. കരടി തിന്നുന്ന സാധനം മഞ്ഞുകാലത്തിന് മുമ്പ്. കരടി നിന്നിട്ട് പോയി കിടന്നുറങ്ങും, കുറേ കാലം കിടന്നുറങ്ങും. ആ കാലത്തേക്കുള്ള മൊത്തം പ്രോട്ടീൻ അതിനകത്തുണ്ടാവും അല്ലേ. वो ये वाला बैम्बू है और सब वो है. ये याक का भी बनाता है और ऑक्स का भी बनाता है ना. അതായത് കന്നുകാലികളുടെ തോലില്ലേ, അതിങ്ങനെ കുറേ 2 ആഴ്ചയോളം വെള്ളത്തിലിട്ടതിന് ശേഷം എന്തൊക്കെ പ്രോസസ്സിങ് ഉണ്ട്, പിന്നെ ഉണക്കി എടുത്തിട്ടൊക്കെ കേട്ടോ ഈ സംഗതി ഉണ്ടാക്കുന്നത്. 1200-1500 രൂപയാണോ പറഞ്ഞത്? ഒരെണ്ണത്തിന്. ഇവിടെ ഒരു അങ്കിൾ ഉണ്ട് വലിയത് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ്. പുള്ളി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ അത് മില്ലറ്റാണല്ലേ, വിത്തിനെടുത്ത് വെച്ചാണ്. നമുക്കിതാ ഇവരുടെ അടുക്കള കാണണോ? ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കേട്ടോ ക്യാനിൻ്റെ പിടിയാണ്. ക്യാനിൻ്റെ പിടിയാണ് ഇവർ ഡോറിന് വെച്ചേക്കുന്നത്. ഇതാണ് ഇവരുടെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു അടുക്കള കേട്ടോ. കണ്ടോ, അടച്ചിട്ടേക്കാം. അവരങ്ങോട്ട് പുറകിലേക്ക് പോയി. ഹലോ, ഇത് കണ്ടോ, ഇതാണ് അവരുടെ ചുമരിട്ടോ. അടിപൊളി മരം. അവരുടെ കൃഷിസ്ഥലത്തേക്കാണ് തോന്നുന്നു കൊണ്ടുപോകുന്നത്. അതാണല്ലോ നമ്മളോട് അവിടുന്ന് പറഞ്ഞിരുന്നത്. ഇവരുണ്ടല്ലോ ഇങ്ങനെയുള്ള വഴി കൂടി ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിട്ടോ. നമ്മൾ അവരുടെ പുറകെ പോയാൽ എത്തൂല, പെട്ടെന്ന് വീഴാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൃത്ത് ഒഫീഷ്യലി അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ മുഴുവൻ അദ്ദേഹം ഇങ്ങനെ ചിലവഴിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടേ. അദ്ദേഹം ഒരു കർഷകനാണ് കേട്ടോ. മിക്കവാറൊക്കെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ മിക്ക ആൾക്കാർക്കും പ്രത്യേകിച്ച് ജോലിയില്ലാത്ത കുറേ പേരുണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ള ഭൂരിഭാഗം പേർക്കും ജോലിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് കാടമം, ഏലമാണ് കേട്ടോ. ഏലം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലത്തെ ഏലമല്ല, ഒരു ബ്ലാക്ക്
കളർ. ബ്ലാക്ക് കളറിലുള്ള എക്സാക്ട് കളർ പിങ്ക് കളറാണ് അതിന് വരുന്നത്. ഇരുണ്ട പിങ്ക് ആണ് അതിന് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഏലം വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് ഇവിടെ വരുന്നത്. അവരതിന്റെ ഒരു കണക്ക് പറഞ്ഞു. അതായത് 40 കിലോയാണ് അവർ വിൽക്കുന്നതിന്റെ ഇത് വരുന്നത് ഒരു ബണ്ടിൽ. 40 കിലോയ്ക്ക് അവർക്ക് അറൗണ്ട് ഒരു 50,000 രൂപ 60,000 രൂപയൊക്കെയാണ് ഇൻ ബിറ്റ്വീൻ കിട്ടുന്നത്. കൂടാൻ കുറയാം, എന്നാൽ ഇൻ ബിറ്റ്വീൻ അത്രേ വരത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും മിക്കവാറും ആൾക്കാർക്കെല്ലാം ഈ കാടിനകത്ത് കുറേ 3-4 മണിക്കൂർ നടന്നിട്ട് എത്തിപ്പെടുന്ന കാടിനകത്ത് സ്ഥലമുണ്ട്. അവിടെയാണ് ഇവർ ഈ കാടമം ഭയങ്കര വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇവിടെയും ചെറുതായിട്ട് ചില കാടമം കൃഷിയുണ്ട്. ഇവിടെയൊക്കെ ഈ ഏലത്തിൻ്റെ തൈകൾ വെച്ചാണ് കേട്ടോ. ഇത് പുതിയത് വെച്ചതാണ്. ഇവർ പറഞ്ഞത് ഇത് ഏകദേശം വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോഴാണ് ഇത്ര ഇത് ആദ്യത്തെ കായ ഉണ്ടായി തുടങ്ങുക അല്ലേ, എടുക്കാൻ തുടങ്ങുന്നത്. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തട്ടായിട്ട് ഉണ്ട്. അതിനകത്തൊക്കെ ഏലത്തൈകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും വെളുത്തുള്ളി ഉണ്ട് അല്ലേ, ഇവിടെ വെളുത്തുള്ളി കൃഷിയാ. യെസ്, ഏലം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെയാണല്ലോ വെളുത്തുള്ളി. കണ്ടോ ഈ താഴത്ത് കാണുന്ന ഇതെല്ലാം വെളുത്തുള്ളിയാണ് കേട്ടോ. ഇതിപ്പോ ഒരു മാർച്ച് ആകുമ്പോഴത്തേക്കും ഈ വെളുത്തുള്ളിയുടെ വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇവർക്ക് സീസണലാണ് കൃഷി വരുന്നത്. ഈ ഒരു സമയത്ത് ഇവർ പ്രധാനമായിട്ടും വെളുത്തുള്ളി, അതുപോലെ തന്നെ ആലു കൃഷി. ബാക്കി ഉണ്ടായിരുന്ന ധാന്യങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിളവെടുത്തു. അതെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഭക്ഷണം തന്നപ്പോൾ ഓംലെറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ആ ഓംലെറ്റിൽ ഒരു പച്ച കളറിലെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു തണ്ടുണ്ടല്ലോ, ആ ഇല, അതവർ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുത്തറേ. പേര് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? കുന്തോങ്ബി. ഞാൻ നിനക്കറിയോ നോക്കിയതാണ്. ഇത് ഒരു തരം ചീരയാണെന്നാണ് വെപ്പ്. ഇതിങ്ങനെ ഇതിൻ്റെ ഈ ഇല തന്നെയാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കാം. ഇവരുടെ ഭക്ഷണശീലത്തിൽ ഒരുപാട് ഇലവർഗ്ഗങ്ങളുണ്ട്. എങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, നമ്മൾ അവരുടെ പുറകെയും പോകുന്നുണ്ട് കേട്ടോ. സുധി, ഇതൊക്കെ തിരിച്ചു കയറണം. നമ്മളെ ബൈക്ക് മുകളിലായിരിക്കുന്നത്. കുഴപ്പമില്ല, സുധി പോയിട്ട് എടുത്തിട്ട് വരും. ഞാൻ താഴെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ കാല് നിന്റെ കാല് പോലെ ആയിരുന്നു. ആ കല്ല് ഇളകുന്നുണ്ടാ. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു തട്ടിൽ മറ്റേ മൂലിയുണ്ടോ, മുള്ളങ്കി എന്ന് പറയില്ലേ. അതിൽ 2 വെറൈറ്റി ഉണ്ട്. ഒന്നൊരു റെഡിഷ് കളർ ഉണ്ടാവില്ലേ, പിന്നെ ഒന്ന് വൈറ്റും. അത് രണ്ടും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പൊരിക്കൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തൊടിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാഴ്ചെടികളായിട്ട് കാര്യമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വേസ്റ്റ് ആക്കൂല, അത് ഉപയോഗിക്കും. അതാണ് അവർ നോക്കുന്നു നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ട്. ഇവിടെ കണ്ടോ ഒരു കമ്പിന്റെ മുകളിൽ ഒരു കവർ എന്തോ നാട്ടി വെച്ചിരിക്കണുണ്ടോ. അത് പക്ഷികൾ വന്നിട്ട് ഇവരുടെ ഈ വിളവൊക്കെ ഒരുപാട് അങ്ങോട്ട് തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത്ര കേട്ടോ. ഇവിടെ വേറൊരു സംഭവം കാണാനുണ്ട്. ഒരുപാട് ഏരിയ ഒന്നുമില്ല, പക്ഷെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞത് ഫാപ്പട്ട് എന്നാട്ടോ, ഫാപ്പട്ട്. അതെനിക്ക് മനസ്സിലായതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സംഭവം നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കണ്ടോ പൂക്കൾ ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് എന്ത് രസമാണ് നോക്കി കാണാൻ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെടിയൊക്കെ ആയിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഇതിൽ നിന്നൊരു ധാന്യം കിട്ടുത്തരേ. അത് ഉപയോഗിച്ചിട്ട് ഇവർ റൊട്ടി ഉണ്ടാക്കൂത്രേ. നമ്മൾ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു അടുക്കളയിൽ ഈ ലെപ്ച കമ്മ്യൂണിറ്റിയുടെ ഒരു ട്രഡീഷണൽ വിഭവം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കാണിച്ചിരുന്നു കേട്ടോ. ആ സാധനം, ആ റൊട്ടി ഉണ്ടാക്കിയത് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന മാവ് കൊണ്ടാണ്. ഈ സംഭവം കൃഷി ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള തട്ടിൽ ഈ ഭാഗത്തേക്കായിട്ട് അവർ ബ്രൊക്കോളി, ക്യാബേജ്, പിന്നെ കോളിഫ്ലവർ, ഇത് 3ഉം കൃഷി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ വീണ്ടും താഴേക്ക് ഇറങ്ങുവാണ്. വീറ്റും ഉണ്ട്. ഈ തട്ടിൽ ഇതാണ് കേട്ടോ, ഗോതമ്പാണ്. ഇവിടെ നമ്മൾ ആ ഒരു ചേച്ചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ചേച്ചി മാത്രമാണോ എന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. കുടുംബക്കാരുടെ ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, കുടുംബക്കാരുടെ ചെയ്യുന്നത്. അവരെല്ലാരും കൂടി ചെയ്യുന്നതാണ് അല്ലേ. നമ്മളിനി മുകളിലേക്ക് കയറണോ? വേറെ വഴിക്ക് മുകളിലേക്ക് കയറായിരിക്കും ചിലപ്പോൾ അല്ലേ. ഇവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ ഏലത്തൈകൾ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ കുറെ തുങ്ലു ബുക്ക് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തുങ്ലു ബുക്ക്? അവർക്ക് പാവം ഈ തുങ്ലു ബുക്ക് എന്നൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. നമുക്ക് പിന്നെ അതൊക്കെ അറിയാം. നമ്മുടെ കപ്പ അതിപ്പോ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ. കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചൂലല്ലേ, ആ ചൂലുണ്ടാക്കുന്ന ആ ഒരു ചെടി അത് കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്താ ആ മുള നാട്ടി വെച്ചേക്കുന്ന സംഭവം? ബീൻസ് ആയിരുന്നു. അത് കഴിഞ്ഞതാണ്. ഓക്കെ. പോകുന്ന വഴിക്ക് നമ്മുടെ തുങ്ലു ബുക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ അത് കുറച്ച് വ്യാപകമായി തന്നെ ചെയ്തിട്ടുണ്ട്.
बॉईल करके ऐसे खाते हैं खाते हाँ यहाँ भी खाते हैं हाँ हम लोग कप्पा बोलेगा कप्पा खप्पा KAPPA कप्पा कप्पा इसमें हम है ना वो कोकोनट ये मिक्स करके इसमें थोड़ा हल्दी जा डाल के ऐसा भी खाता है वो चिकन करी का साथ। नहीं तो इस पे है ना हम बिरयानी बनाते हैं। बिरयानी बीफ मिक्स करके वो अच्छा आएगा अच्छा है। नहीं वो उबाल के ना बॉईल करके भी खाते वो हैं भी खाते हाँ കണ്ടങ്കപ്പ और वही എന്ന് പറയുന്നത് ड्रिंक भी बनाते हैं ചെണ്ടക്കപ്പ ചെണ്ടങ്കപ്പ ചെണ്ടക്കപ്പ ആ പരിപാടി പതിയുള്ളൂ പിന്നെ मसाला ने कुछ नहीं डालेगा ना। हाँ कुछ नहीं डालेगा ऐसे ही और अचार के साथ ऐसे करते दबा के ना। നമ്മൾ അങ്ങോട്ട് ആ ബൈ റോഡ് പോയപ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ ഈ പോകുന്ന വഴീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ഇത്രയും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് പോകുമ്പോൾ തോന്നിയല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വീടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും ഏരിയയിൽ ഇത്രയും വൈവിധ്യമാർന്ന കൃഷികളുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ കയറ്റം കയറുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് റോഡിലേക്ക് എത്തി. നമ്മൾ 5 കിലോമീറ്റർ ലാഭിച്ചു. അവസാനം നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിട്ടോ. നമ്മൾ ആ വഴിക്കാണ് ഇറങ്ങിയിട്ട് ചുറ്റി കൃഷിയുടെ മൊത്തം ചുറ്റിയിട്ട് ഇപ്പോൾ വേറെ വഴിക്ക് തിരിച്ച് ഇവിടെ കയറിട്ടോ. ഇത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ഒരു ഫോട്ടോ ഇവരുടെ കൂടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നതാണ് കേട്ടോ. ഓക്കെ आप अभी वापस आएंगे? हाँ मैं वापस चली जाऊंगी. ओके दीदी थैंक यू. ओके ओके थैंक यू थैंक यू फिर मिलेंगे. ओके फिर मिलेंगे. ओके वो कप बिरयानी बना चाहिए. ओके ठीक है हम रेसिपी सेंड करेगा. रेसिपी शेयर करना सेफ ट्रैवल एंड अच्छे से आप लोग भी डू टेक केयर. താങ്ക് യു പോകുമ്പോൾ പിന്നെയും പറയാം നോക്കി പോകണം, ശ്രദ്ധിച്ച് പോകണം, സൂക്ഷിച്ച് പോകണം, റോഡ് നല്ല മോശമാണെന്നൊക്കെ. നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും എവിടെയൊക്കെ പോയാലും ഈ പഹാടി പീപ്പിൾസ് ഉണ്ടല്ലോ, മലമുകളിൽ താമസിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ എന്താ പറയുക നിർമ്മലമായ അതെ അങ്ങനത്തെ മനുഷ്യന്മാരാണ്. ശരിക്കും ഉള്ളിന്ന് വരും ആ ആത്മാർത്ഥത. നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. ഒന്നല്ല നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും അവർ ആത്മാർത്ഥമായിട്ടാണെന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഫീൽ അവരുടെ ചിരി തന്നെ ഉള്ളിന്ന് മനസ്സുകൊണ്ട് തുറന്നുള്ള ചിരി കേൾക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇങ്ങനെ റോഡിൽ നടന്നു പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് 2 പേര് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ നമുക്ക് പിന്നെ ആ ദിവസം തന്നെ ഫുൾ പോസിറ്റീവ് ആയിരിക്കും. തിരിച്ച് അവർക്ക് കിട്ടുന്ന ചിരി കൊണ്ട് അല്ലേ ആ ഫുൾ ഡേ നൈസായിരിക്കും. വേറെ എവിടെ ട്രാവൽ ചെയ്തെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മനുഷ്യന്മാരും ട്രാവൽ ചെയ്യണം. ടൂറിസം സ്പോട്ടുകളല്ല മെയിനായിട്ട് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒന്ന് പോകണം. വെറുതെ ഇറങ്ങി നടക്കാം. ഇവിടുത്തെ ആളുകളെ അറിയണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. ടൂറിസം സ്പോട്ടിൽ എല്ലാവരും ലാഭം മാത്രമേ നോക്കത്തുള്ളൂ. അതെ അവിടെ കച്ചവടമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്. അവിടുത്തെ ചിരിയിലും അതൊരു കൊമേഴ്ഷ്യൽ ചിരിയാണ്. ഉണ്ടാവും. അല്ല മൊത്തത്തിൽ കപടമാണെന്നല്ല കേട്ടോ പറയുന്നത്. അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഇവർക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ഒന്നും കിട്ടാനില്ല. അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവർ നമ്മളോട് അങ്ങനെ പെരുമാറുന്നത്. എന്നാ പോയാലോ? അപ്പം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നോ ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു കേന്ദ്രം, വിശ്രമ കേന്ദ്രം. ഇത് ഇടയ്ക്കിടയ്ക്കുണ്ട്. അതായത് അങ്ങോട്ട് പോയപ്പോൾ പറയാൻ മറന്നു കേട്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറെ ചൂല് തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ വന്നാൽ ചൂല് എടുത്ത് ഇവിടെ തൂത്ത് വൃത്തിയാക്കാം. പക്ഷേ പുള്ളി രാവിലെ താഴെ പഞ്ചായത്തിലോട്ട് പോകുമ്പോൾ ഇത് വൃത്തിയാക്കുന്നു. അതുകൂടാതെ ബാത്റൂമിൽ ഉണ്ടെങ്കിൽ അതും കഴുകിയിടുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചൊക്കെ. അദ്ദേഹത്തിന്റെ ഈ ഒരു 24 hours അല്ലേ എല്ലാവർക്കും ഉള്ള പോലെ പുള്ളിക്കുള്ളൂ. ഈ കക്കൂസുകൾ മൊത്തം പുള്ളി തന്നെ ക്ലീൻ ചെയ്യണം. വേറെ കാര്യം കേട്ടോ, ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ വൃത്തികേടാക്കുന്നുണ്ടാവില്ല. ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരാണല്ലോ. ഇവര് മാത്രമാണ്, ഈ പുള്ളീനെ അറിയുന്ന ആൾക്കാരാണ്. പുള്ളിയാണിത് വൃത്തിയാക്കുന്നതിനൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അവരും പൗരബോധത്തോടെ ഇതൊക്കെ നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കുന്നുണ്ടാവും. നമ്മളിപ്പോ ടോയ്ലറ്റൊക്കെ കയറി നോക്കി, ഒക്കെ അടിപൊളിയാണ്. ടൈൽസ് ഒന്നും വിരിച്ചൊന്നും സെറ്റാക്കിയിട്ടില്ല, ചുമ്മാ സിമെന്റ് ഇട്ടേക്കുക. പക്ഷെ വൃത്തി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിരുന്നു ഈ ജംഗൂല് നിൽക്കാൻ ഉള്ള പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് ശരിയായിട്ടില്ല. നമ്മൾ തിരിച്ചു പോയേ പറ്റൂ നമ്മുടെ ടിങ് ചിങ് സീറോയിലേക്ക് അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരു കൃഷി സ്ഥലത്ത് പോയില്ലേ, അവിടെ പോയപ്പോൾ അവിടുന്ന് പറയണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇവർക്ക് ഇവരുടെ കൃഷിയെ സംബന്ധിച്ചിട്ടൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അധികം രാസവളങ്ങൾ ഉപയോഗിക്കുകയെ, ഇനിയിപ്പോൾ ഞാൻ രാസവളത്തിനെ കുറ്റം പറയുന്നൊന്നുമല്ല, ഈ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഇവർ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു രീതിയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു
ഉപ്പും എണ്ണ കടുകെണ്ണ ഇത് രണ്ടും മാത്രമാണ് അവർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ആ കഴിച്ച ഭക്ഷണത്തിൽ ബാക്കിയുള്ള എല്ലാ സാധനവും അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പ്രത്യേകം പറയുകയും ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ ഇറക്കുന്ന ഓരോ മെമ്പർമാർക്കും മാതൃകയാണ് ഇദ്ദേഹം. മാതൃകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഇങ്ങനെ ചെയ്യണം എന്നല്ല, ഈ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടായാൽ മാത്രം മതി അല്ലേ. ഇപ്പൊ സ്വന്തം നിലക്ക് പൈസ എടുത്തിട്ട് ഇങ്ങനെ ഇതുണ്ടാക്കണമെന്നും രാവിലെ എണീച്ച് ഇതൊക്കെ വന്ന് ക്ലീൻ ചെയ്യണമെന്നൊന്നും എല്ലാവർക്കും പോസിബിൾ അല്ല. അത് ഇങ്ങനെ ഇയാളെപ്പോലുള്ള ഭയങ്കര വെറൈറ്റി മനുഷ്യന്മാർക്ക് പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നാട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റെങ്കിലും നമ്മുടെ മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെ എപ്പോഴേ സ്വർഗമായേനെ അല്ലേ. ആലോചിച്ച് നോക്കിയപ്പോൾ ഈവൻ എൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ എന്നെ അടക്കമാണ് ഞാൻ കുറ്റം പറയുന്നത് കേട്ടോ. അവിടെ എൻ്റെ അടുത്ത നാട്ടുകാര കൊട്ടപ്പള്ള അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റോ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പല രീതിയിലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകാനൊരു സൗകര്യം ഇല്ല എന്നുള്ളത് എന്നെ അടക്കം ഞാനടക്കം ശരിക്കും മാനക്കേടോടെ പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പോലും അതിനകത്ത് ഭയങ്കര ഉത്തരവാദിത്തമുണ്ട്. അത് പക്ഷേ അവിടെ നടന്നിട്ടില്ല. നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഇടത്തനാട്ടുകര യുവജന കൂട്ടായ്മ എന്നൊരു ടീമുണ്ട്. ഇപ്പോൾ ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ലാസ്റ്റ് അവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്ത്, സ്കൂൾ ഗ്രൗണ്ട്, അതിന് ചാരിയുള്ള സ്ഥലത്ത് ഒന്ന് സൗന്ദര്യവൽക്കരണം നടത്തി. സ്വന്തം രീതിയിൽ ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് സ്പോൺസേഴ്സിനൊക്കെ വെച്ചിട്ട് അവിടെ കുറേ പാർക്ക് ബെഞ്ചുകളൊക്കെ വെച്ച് താഴെ കട്ടൊക്കെ വിരിച്ച് ഒന്ന് ഭംഗിയാക്കി. ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിലേക്ക് അപേക്ഷയും കൊടുത്ത് ഫണ്ട് അലോട്ട് ചെയ്യുന്നത് കാത്തിരിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് ശരിക്കും നമ്മൾ എവിടെയും കാണാത്തൊരു ടൈപ്പ് മനുഷ്യനായിപ്പോയി. ഇയാളെ പോലെ ഒന്നും ആവാൻ ആർക്കും പറ്റില്ല, അത് ഉറപ്പാണ്. ഇദ്ദേഹം ഒരു സ്ഥലത്തു നിന്നുള്ള പെർമിറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പം എല്ലാം പുള്ളി തന്നെയാണ്. വാട്ടർ അതോറിറ്റി അതാ പുള്ളി തന്നെ വെള്ളം വലിച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ പുള്ളി വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്നും പോകുന്നില്ല. പുള്ളി തന്നെ ക്ലീൻ ചെയ്യുന്നു. എല്ലാം അവനവനായിട്ട് തന്നെ ചെയ്യുന്നു. ആരുടെ മേലെയും ഒരു കുറ്റവും പുള്ളി ആരോപിക്കുന്നില്ല. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് പുള്ളി ചെയ്യുന്നു. ആ ചെയ്യല് ഈ ഒരു നാടിനെ വളരെ രീതിയിൽ നല്ലതാക്കി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് കണ്ട കഥ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓരോ ടോയ്ലറ്റിലേക്കും പൈപ്പ് ഇട്ടിട്ട് വെള്ളം എത്തിക്കണം. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ വലിയൊരു പണി തന്നെയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ഇന്നലെ ആ പാർട്ടിക്ക് പോയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ഒരു ബെഞ്ചിൽ പുള്ളി വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദീദി ജസ്റ്റ് പറഞ്ഞാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റാണ്, നല്ലൊരു മനുഷ്യനാണ്, സുഹൃത്താണ് എന്ന് പറഞ്ഞു. പുള്ളിക്ക് പക്ഷേ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു വീഡിയോയിലായിട്ട് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു താല്പര്യം ഞങ്ങൾ ആദ്യമേ ചോദിച്ചപ്പോൾ പുള്ളിക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പുള്ളി സമയമില്ല, പുള്ളിക്ക് വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ചത് ഒരു ഡേ നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെയും ഞങ്ങൾ ഒരു പ്രതീക്ഷ വെച്ചിട്ട് രാവിലെ വീണ്ടും വിളിച്ചു നോക്കി ഒരു മണിക്കൂർ സമയം ഉണ്ടാവുമോ ഇങ്ങനെ വെച്ചപ്പോൾ പുള്ളി എന്നാ വന്നോന്ന് പറഞ്ഞാണ്. അടിപൊളി മനുഷ്യൻ. എന്തായാലും അതിന് നമ്മളെ ദീദിയും സഹായിച്ചു, ദീദി സഹായിച്ചു. അപ്പോൾ ഇനി എന്തായാലും വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സിക്കിമിൽ വരുമ്പോൾ എന്തായാലും വിളിക്കണം, വരണം. വീടിൻ്റെ പണി മുഴുവനായിട്ടില്ല, അപ്പോൾ വീടിൻ്റെ പണി അപ്പോഴത്തേക്ക് തീരും, അപ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. വേറെ ഒന്നുമില്ല അല്ലേ. നമ്മുടെ പെർമിറ്റ് ഇതാ ഇപ്പോൾ തീരാൻ പോവാണ് മണിക്കൂറുകൾക്കകം. അപ്പോൾ പെർമിറ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് ആ പാളം കടന്ന് അപ്പുറത്തോട്ട് ചാടണം, അപ്പുറത്തേക്ക് എത്തണം. അതിനുശേഷം ഗംഭീരമായ യാത്രയ്ക്ക് തുടർച്ചയുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി നമ്മളിനി ഇവിടുന്ന് പുറപ്പെട്ട് സിക്കിമിൻ്റെ വേറെ ചില ഭാഗങ്ങളിലേക്ക് പോകുന്ന വീഡിയോകളിൽ വീണ്ടും കാണാം.
बेटा